മമ്മൂട്ടി സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന് മടങ്ങി വരുവിനെ എല്ലാ മലയാളികളും ലോകമെങ്ങുമുള്ള മലയാളികൾ വളരെ സന്തോഷത്തോടെയാണ് കേട്ടത്, അത് ആഘോഷിച്ചത്. പക്ഷേ ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവയ്ക്കുന്ന ചിലരെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ട്. അതിലൊരാളാണ് എറണാകുളം വടുതല സ്വദേശിയായ PS സലിൽ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് മമ്മൂട്ടി. അപ്പോൾ ഒപ്പം അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം കൂടി ഇത്തവണ മമ്മൂട്ടിക്ക് കിട്ടിയതോടെ കൂടുതൽ സന്തോഷത്തിലാണ് സലിൽ. അപ്പോൾ ആ സന്തോഷം അദ്ദേഹം മറ്റുള്ളവരിലേക്ക് നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എറണാകുളത്തെ റീന മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് കൊച്ചിയിലെ KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു യാത്ര സമ്മാനിച്ചുകൊണ്ടാണ് സലീലും കുടുംബവും തങ്ങളുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് നൽകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തെ ബോട്ടിയെട്ടിക്ക് അടുത്തുള്ള KSRTCയിലാണ്. അവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് അലങ്കരിച്ചിട്ടുണ്ട്. ഈ ബസ്സിൽ ഇന്ന് യാത്ര ചെയ്യുന്നത് എറണാകുളത്തെ റീന മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് പിന്നിൽ ഒരു കഥ കൂടിയുണ്ട്. ആ കഥ എന്താണെന്ന് നമ്മോട് സലീലേട്ടൻ പറയും. എൻ്റെ മകള് സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്, റീന മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിൽ. അവള് ചെറുപ്പം മുതൽ ഞങ്ങളൊരു പ്രാവശ്യം ഒരു ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ അവിടെ സെക്യൂരിറ്റി മറ്റുള്ളവരൊക്കെ തടഞ്ഞു വെച്ചു നമ്മൾ. അപ്പോൾ ഇത് മമ്മൂക്ക കണ്ടു. പെട്ടെന്ന് മമ്മൂക്ക കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. മമ്മൂക്കാനെ കാണാൻ പറ്റാണ്ട് തിരിച്ചു പോയി. സങ്കടപ്പെട്ടു പോന്നു. അപ്പോൾ മമ്മൂക്ക വിളിപ്പിച്ചിട്ട് കണ്ട് ഒരു ഫോട്ടോ എടുത്തു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് എൻ്റെ മോള്. മമ്മൂക്കയെ കണ്ടായിരുന്നോ? കണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം. പിന്നെ റീന മെമ്മോറിയലിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരാ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് നഗാഷ്. ഇവൻ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. 25 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇതുപോലത്തെ യാത്രയ്ക്ക് കൂടി എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ട്. കുട്ടികളെല്ലാവരും മമ്മൂട്ടിയുടെ ചിത്രങ്ങളൊക്കെ വെച്ച് മമ്മൂക്കയോടുള്ള സ്നേഹമാണ് അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം ഒരുപക്ഷെ ഇവരുടെ ഉല്ലാസയാത്രക്കും കൂടി അതിന് കാരണമായിട്ടുണ്ട്. റീഎൻട്രിയും സംസ്ഥാന പുരസ്കാരവും അങ്ങനെ ആഘോഷമാക്കുകയാണ്. ആ ആഘോഷത്തിൽ ഈ കുട്ടികൾക്ക്, ഈ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് നല്ലൊരു ആനന്ദകരമായ യാത്രയാണ് ഇപ്പോൾ സമ്മാനിച്ചിട്ടുള്ളത്. നമുക്ക് ആ യാത്രയുടെ നല്ല വിശേഷങ്ങൾ കുട്ടികളിലൂടെ അറിയാം. ഈ യാത്ര എങ്ങനെയുണ്ട്? അപ്രതീക്ഷിതമായിരുന്നു? അയ്യോ, പറയാൻ പറ്റില്ല. സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ പാടില്ല. ഭയങ്കര ഹാപ്പി. കാരണക്കാരൻ മമ്മൂട്ടിയാണോ? ആണോ? അയ്യോ, പിള്ളേരെല്ലാരും ചോദിക്കുന്നുണ്ട് മമ്മൂക്കയെ കാണുമെന്ന്. അടിപൊളി, സൂപ്പർ, നല്ല എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്. നിങ്ങൾ ഇത് ഡബിൾ ഡെക്കറിൽ കയറിയിട്ടില്ല. അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിന് മുമ്പ് ഞങ്ങൾ മമ്മൂട്ടി കണ്ടിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പർ, അടിപൊളി. നമ്മള് മമ്മൂട്ടി കാണാം. യാത്ര നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മൂക്കയുടെ ഫ്രണ്ടാണ് എൻ്റെ മൂപ്പര്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ രാത്രിയും പകലും ഒന്നിച്ച് കിടന്ന് ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നടന്നിട്ടുള്ളവരാണ്. ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. എനിക്ക് തോന്നുന്നു അതിൽ സംസാരിച്ചവരുടെ എല്ലാം വാക്കുകളിലുള്ള സന്തോഷം, അല്ലെ ആ കുട്ടികളുടെയും ഒക്കെ സന്തോഷം. അവർ എത്ര ആഗ്രഹിച്ചതുപോലെയാണ് ഇങ്ങനൊരു യാത്ര. ഒപ്പം മമ്മൂക്ക, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ കാഴ്ച കൂടി കാണട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ശ്യാമേ, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. തീർച്ചയായും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത്രയും ആളുകൾക്ക് അങ്ങനെ മമ്മൂക്കയോടുള്ള ഇഷ്ടം അത് കൂടുതൽ ആളുകളിലേക്ക് അവരുടെ ഒരു സന്തോഷമായി മാറുക എന്നത് മമ്മൂക്കയ്ക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. എറണാകുളം ചിറ്റൂർ കോതാടുള്ള റീന മെമ്മോറിയൽ സംരക്ഷണ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമൊത്താണ് സലീലും അതോടൊപ്പം തന്നെ സലീലിൻ്റെ കുടുംബവും സുഹൃത്തുക്കളുമൊക്കെയായി KSRTCയുടെ കൊച്ചിയിലെ ഡബിൾ ഡെക്കറിൽ ഒരു ഉല്ലാസയാത്ര നടത്തിയത്. ഈ ഉല്ലാസയാത്ര നടത്താനിടയായ കാര്യം, അത് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അഹങ്കാരം കൂടിയായിട്ടുള്ള മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്, അതോടൊപ്പം തന്നെ ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പുരസ്കാരം, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആഘോഷിക്കണമെന്നൊരാഗ്രഹമാണ് കടുത്ത മമ്മൂട്ടി ഫാനായിട്ടുള്ള സലീൽ ആ കുട്ടികൾക്കൊപ്പം മമ്മൂട്ടിയുടെ പ്ലക്കാർഡുകളും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ചിത്രമാലേഖനം ചെയ്ത കേക്കുമൊക്കെ ആയിട്ട് ആ യാത്ര നടത്തിയത്. കേക്ക് കട്ട് ചെയ്തത് മമ്മൂട്ടിയുടെ കൂടെ ലോ കോളേജിൽ പഠിച്ച സഹപാഠിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേന്ദ്രനാണ്. അവരൊരുമിച്ച് കുറേയേറെ നാൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹവും പങ്കുവച്ചത്. എന്തായാലും ആ സ്കൂളിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊരു യാത്ര അത് ആദ്യമായിട്ടാണ്. അത് വലിയൊരു അനുഭവമാണ്. ആ യാത്ര കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഓട്ടിസവും അതോടൊപ്പം തന്നെ ഡൗൺ സിൻഡ്രോം അടക്കമുള്ള
ബാധിച്ച കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് പ്രത്യേക കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് അധ്യാപകരും ഒക്കെ ഉണ്ട്. അവരൊപ്പം ഈ കുട്ടികൾക്കൊപ്പം ആടിയും പാടിയും ഒക്കെ ആ യാത്ര ഏറെ സുഖകരമായി. ശരിയാണ്. എനിക്ക് തോന്നുന്നു KSRTC-യിലെ കണ്ടക്ടർ അദ്ദേഹം വരെ പിള്ളേർക്കൊപ്പം പാടി ആടിയാണ് ആഘോഷിക്കുന്ന. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ ശ്യാം വൈക്കം ചെമ്പുകാരനാണ്, മമ്മൂട്ടിയുടെ നാട്ടുകാരൻ, അതുകൊണ്ട് കട്ട മമ്മൂക്ക ഫാനാണ്. ശ്യാമെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ കാണാം.